നാം ധ്യാനിക്കാൻ പോകുന്നത് ജപമാലയിലെ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. നിർമ്മല കന്യക എന്നാണ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അൽബർനീസിയൂസിൻ്റെ ലേഖനത്തിൽ മറിയത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇക്കോണിയം എന്ന രൂപതയുടെ മെത്രാനായിരുന്നു. നിത്യകന്യകാത്വ നിമിത്തം മറിയം അതിനിർമ്മലമായ കന്യക എന്ന് വിളിക്കപ്പെടുന്നു. 3 വയസ്സായിരിക്കവേ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ മറിയം നിത്യകന്യകാത്വം നേർന്നുവെന്നാണ് പാരമ്പര്യം പ്രഘോഷിക്കുന്നത്. മാലാഖമാരുടെ രാജ്ഞിയും പറുദീസായുടെ കുസുമവുമായ ആ ചെറുബാലിക വെള്ള നിറത്തിലും നീല നിറത്തിലുമുള്ള വസ്ത്രങ്ങളണിഞ്ഞ് തൻ്റെ കന്യാത്വത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കാൻ ആ ദേവാലയത്തിൻ്റെ പടവുകൾ കയറി. ഇതിനു മുമ്പ് ഇതുപോലുള്ളൊരു സമർപ്പണം ആരും ചെയ്തിട്ടില്ല. അവളാണ് ആദ്യം നിർവഹിച്ചത്. എന്നാൽ അവൾക്കു ശേഷം അവളെ അനുകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഇപ്രകാരമുള്ള വ്രതത്താൽ തങ്ങളെ തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് കന്യകകളുടെ കന്യക, അതിനിർമ്മലയായ കന്യക എന്ന് അവൾ വിളിക്കപ്പെടുന്നത്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷം അനുസരിച്ച് യേശു പിറന്നത് കന്യകയായ മറിയത്തിൽ നിന്നാണ്. ഏതാണ്ട് 90-നും 95-നും ഇടയ്ക്ക് എഴുതപ്പെട്ട ഈ സുവിശേഷങ്ങൾ പ്രചാരത്തിലായതോടെ യേശുവിൻ്റെ അമ്മയായ മറിയം കന്യകയാണെന്ന ബോധ്യം ക്രൈസ്തവർക്കിടയിൽ 2-ാം നൂറ്റാണ്ടു മുതൽ ഉറച്ച വിശ്വാസമായി തീർന്നു. തർക്കമറ്റ ഒരു കാര്യമായിട്ടാണ് മറിയത്തിൻ്റെ കന്യകാത്വം സഭയുടെ ആരംഭം മുതൽ ക്രൈസ്തവർ കണക്കാക്കിയിരുന്നത്. പരിശുദ്ധ കന്യക എന്നാണ് മറിയത്തെ പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണ കാലത്തോടെ ചിലർ മറിയത്തിൻ്റെ കന്യകാത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. മറിയം നിത്യകന്യക എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിശുദ്ധ അത്തനാസിയോസ് ആണ്. 553-ലെ 2-ാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.